ഗ്രാഫിറ്റികൾ നിറഞ്ഞ അണ്ടർ പാസുകളിൽ കൂടെയാണ് നമ്മൾ ടാബുയി കരുതാത്ത ഒരു കൾച്ചർ. അവിടെ ഫിഷിങ് എൻജോയ് ചെയ്യുന്ന കിളികളെയൊക്കെ നോക്കി വളരെ സെറീൻ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തത്. ചൂടുള്ള ചോക്ലേറ്റിൻ്റെ ഒരു അരോമയുണ്ട് അവിടെ എയറിലെല്ലാം. അത് വല്ലാത്തൊരു ഡോപ്പമൈൻ ഹൈ തരുന്നതാണ്. ഓ, ഇതാണല്ലേ അപ്പോൾ ഈ പഴമയുടെ ഗരിമ. ഞങ്ങളുടെ മനസ്സെ ഞങ്ങളോട് പറഞ്ഞു. കൗണ്ട് ഡൗൺ ഇപ്പോൾ 1 മിനിറ്റിന് അടുത്തെത്തിയിരിക്കുന്നുണ്ട്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയിൽ ഞങ്ങളവിടെ നിന്നു. എങ്ങനെയാ പോകുന്നത്? ICE 728 എന്ന പേരായ ഈ ട്രെയിൻ 264 km/h ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഡിസൽഡോഫ് എന്ന ജർമ്മൻ നഗരത്തിലേക്കാണ്. വളരെ സുന്ദരവും ഇൻക്ലൂസീവും നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു മനോഹരമായ ടൗണാണ് ഡിസൽഡോഫ് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ നടന്ന് ആദ്യം തന്നെ ചെന്നത് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള NH എന്ന ഹോട്ടലിലേക്കാണ്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് NH. പ്രശസ്തമായൊരു ഹോട്ടൽ ഗ്രൂപ്പാണ് NH ഹോട്ടൽസ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഞങ്ങൾ പട്ടണം കാണാൻ പരിപാടിയായിട്ട് ഇറങ്ങുകയും ചെയ്തു. ഗ്രാഫിറ്റികൾ നിറഞ്ഞ അണ്ടർ പാസുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വമ്പൻ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ അഴിഞ്ഞാടാൻ ഇടം കൊടുത്തിട്ടുള്ളൊരു സ്ഥലമാണെന്ന് അതെന്ന് ഞങ്ങൾക്ക് തോന്നി. നമുക്ക് പരിചിതമല്ലായ പല സംഭവങ്ങളും നമുക്കിവിടെ കാണാം. ഒന്നാമത്തെ കാര്യം നല്ല വൃത്തിയുള്ള ഫുട്പാത്തുകൾ, അതുപോലെ തന്നെ ഹോണറുകളുടെ കലപിലയൊന്നുമില്ലാത്ത റോഡുകൾ. അങ്ങനെ അതുമാത്രമല്ല, പിന്നെ ഇതുപോലെയുള്ള പലതും ടാബുയി കരുതാത്ത ഒരു കൾച്ചർ. ഇതെല്ലാം ഒന്നിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വിശപ്പ് നല്ലപോലെ കൂടുമല്ലോ. അങ്ങനെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ മുന്നിൽ കണ്ട ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ ചാടിക്കയറി നല്ലപോലെ അങ്ങോട്ട് ഫുഡ് അടിച്ചു. സന്തോഷമായി. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഡിസൽഡോഫിലെ പ്രശസ്തമായ ഒരു കിങ് സ്ട്രീറ്റ് എന്ന് പേരുള്ളൊരു സ്ട്രീറ്റാണ്. ഇത് യൂറോപ്പിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഫാഷൻ സ്ട്രീറ്റാണ്. ലോകത്തിലെ ഒരുവിധം എല്ലാ വലിയ ഫാഷൻ ബ്രാൻഡുകൾക്കും ഈ ഒരു സ്ട്രീറ്റിൽ ഒരു ടേബിളെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോവില്ല എന്നുള്ളതാണ്. വലിയ ലക്ഷറി ബ്രാൻഡുകൾക്ക് പേര് കേട്ട പ്രാഡ, ഗുച്ചി, ലൂയി വിറ്റോൺ തുടങ്ങിയ അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ, ലക്ഷക്കണക്കിന് വില വരുന്ന ആക്സസറീസ്, ജ്വല്ലറി എല്ലാം വിൽക്കുന്ന ബ്രാൻഡുകൾ എല്ലാമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കാഴ്ച. ഞങ്ങൾ അതിനിടയിലൂടെ എല്ലാം ഒരുപാട് നേരം തെലങ്ങും വിലങ്ങും നടന്നു. ഇതിൽ നടക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും വളരെ വെൽ ആൻഡ് ട്രെൻഡി ആയിട്ട് ഡ്രസ്സ് ചെയ്ത ആൾക്കാരാണ്. അങ്ങനെ ഹൈലി ഫാഷനബിൾ ആയിട്ടുള്ളൊരു കൂട്ടം മനുഷ്യർക്ക് നടുവിലൂടെ ഡെക്കാത്തലോണിൻ്റെ വിൻ്റർ ജാക്കറ്റൊക്കെ ഇട്ടാണ് ഞങ്ങളുടെ നടത്തം. കിങ്സ് അലിയിൽ പ്രശസ്തമായിട്ട് ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. അത് ഒരുപാട് നടന്ന് കാണാനുണ്ട്. അത്തരത്തിലുള്ളൊരു സ്റ്റാച്ചു ആണ് ഈ സിംഹത്തിൻ്റെ സ്റ്റാച്ചു. ഞങ്ങൾ അതിൻ്റെ മുന്നിലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ ആണെങ്കിലും മനോഹരമായിട്ടൊരു കനാലും ഇവിടെ ഉണ്ട്. ഈ കനാലിന് 2 വശങ്ങളിലായിട്ടാണ് ഈ ലക്ഷറി ബ്രാൻഡുകളുടെ സ്റ്റോറുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ഷോപ്പിംഗ് ലോകത്തിൽ ഞങ്ങളെ ഏറ്റവും ആകർഷിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കനാലിലേക്ക് നോക്കി ഇങ്ങനെയുള്ള ഒരു ഇരുത്തമാണ്. അവിടെ ഫിഷിങ് എൻജോയ് ചെയ്യുന്ന കിളികളെയൊക്കെ നോക്കി വളരെ സെറീൻ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ക്രിസ്മസ് മാർക്കറ്റാണ്. ഈ ക്രിസ്മസ് മാർക്കറ്റിൽ വിഭവങ്ങളെല്ലാം ഇപ്പം നമ്മൾ ഫ്രാങ്ക്ഫർട്ടിൽ കണ്ടതൊക്കെ തന്നെയാണ്.
അങ്ങനെ നടന്നപ്പോഴാണ് ഒരു ക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അത് ഞങ്ങൾക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു. മെക്കാനിക്കൽ മോഡൽസാണ് ഇവിടെ വിൽക്കുന്നത്. വലിയ മെഷീനുകളുടെയും ഫ്ലൈറ്റിൻ്റെ, അതുപോലെ തന്നെ കാറിൻ്റെ, ബൈക്കിൻ്റെ ഇതെല്ലാം വിൽക്കുന്നതാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞ് നിന്ന് പിന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ ലാസ്റ്റ് ഒരെണ്ണം പൊക്കി ഒരെണ്ണം വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് നടന്നു മാറിയത്. ബോളിംഗ് ഒക്കെ പോലെ ഒരു വിൻ്റർ സ്പോട്ടാണ് ഈ കാണുന്നത്. പിന്നെ ഒരു ക്രിസ്മസ് ഡ്രിങ്കൊക്കെ കുടിച്ച് ആ കളിയൊക്കെ കണ്ട് ഞങ്ങൾ ആ സ്ട്രീറ്റ്സിലൂടെ വീണ്ടും ഹോട്ടലിലേക്ക് നടന്നു. റൂമിൽ നിന്ന് ഉള്ള ഡ്യൂസൽഡോർഫ് സിറ്റിയുടെയും സ്കൈ ലൈനിൻ്റെയും ഒക്കെ വ്യൂ വളരെ മനോഹരമായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. അപ്പം അത് ആവോളം ആസ്വദിച്ചുകൊണ്ട് ആ രാത്രി ഞങ്ങൾ വെളുപ്പിച്ചെടുത്തു. പുതിയൊരു ദിവസമാണ്. ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം ബെൽജിയം എന്ന കൺട്രിയിലെ ബ്രസൽസ് എന്നുള്ള സിറ്റിയാണ്. ബ്രസൽസിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. 1-2 ട്രെയിനുകൾ മാറി മാറി കയറിയിട്ടാണ് ഞങ്ങൾ ബ്രസൽസ് സിറ്റിയിൽ ഇറങ്ങിയത്. ഗൂഗിൾ മാപ്പ് ഒരുപാട് വട്ടം ചുറ്റിച്ച് ഒരു വിധത്തിൽ ഞങ്ങൾ ഹോട്ടലിലെത്തി. നല്ല വെൽക്കമിങ് ആയ ഈ ഒരു മച്ചാനായിരുന്നു ഇവിടുത്തെ റിസപ്ഷനിലുണ്ടായിരുന്നത്. ബ്രസൽസിനെ കുറിച്ച് ചെറിയൊരു ഐഡിയയും ഇന്ത്യയെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ പുള്ളിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ പുള്ളി ശ്രമിച്ചുകൊണ്ടിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയോട് സംസാരിച്ചത്. ഇതും ഒരു NH ഹോട്ടൽ തന്നെയാണ്. ഇവിടെയും തുറന്ന സിറ്റി വ്യൂ ഉള്ള ജനാലയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു അത്. ബ്രസൽസ് പണ്ടാരോ പറഞ്ഞ പോലെ പഴമയുടെ ഗരിമയുള്ള സ്ഥലമാണ്. ഞങ്ങൾ ആ ഗരിമയിലേക്ക് ഇറങ്ങി ഏറി വരുന്ന തണുപ്പിനെ തടയാൻ ഗാച്ചു ഒരു ഷോൾ വാങ്ങി കഴുത്തിലിട്ടു. ഇതുവരെ പോയതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ വിൻ്റർ സീസണിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിരിക്കുന്ന ഒരു സ്പോട്ട് ശരിക്കും ബ്രസൽസ് ആയിരുന്നു എന്നാണ് പറയാനായിട്ട്. ബ്രസൽസിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ നിരത്തുകളും ഫുട്പാത്തുകളും എല്ലാം കോബിൾ സ്റ്റോൺസ് വിരിച്ചവയാണ്. ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക ഗെയിം ഓഫ് ത്രോൺസിലെയൊക്കെ കണ്ട നഗരങ്ങളിൽ ഏതോ ഒരു നഗരത്തിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് എന്നുള്ളൊരു ഫീലാണ്. നല്ല രസമുള്ളൊരു യാത്രയാണ് ഇതിലൂടെയുള്ളത്. അപ്പോഴാണ് ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടത്. വിശപ്പ് ഞങ്ങളെ തള്ളി അവിടേക്ക് കയറ്റി. ഫുഡ് അടിച്ച് വയറ് നിറഞ്ഞ് വീണ്ടും ഈ സുന്ദരമായിട്ടുള്ള നിരത്തിലൂടെ ഞങ്ങൾ നടത്താൻ തുടങ്ങി. ആദ്യമായിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റ് ഷോപ്പിലാണ് നിന്നത്. ഏതൊരു സ്ഥലത്ത് വന്നാലും ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ബന്ധപ്പെട്ടത് മേടിക്കണം എന്നുള്ളതൊരു ഇതാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നടന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ചോക്ലേറ്റ് ഷോപ്സാണ്. ആ ചോക്ലേറ്റ് ഷോപ്പിലേക്ക് കയറി. വലിയൊരു ചോക്ലേറ്റ് ഷോപ്പായിരുന്നു അത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചൂടുള്ള ചോക്ലേറ്റിൻ്റെ ഒരു അരോമയുണ്ട് അവിടെ എയറിലെല്ലാം. അത് വല്ലാത്തൊരു ഡോപ്പമൈൻ ഹൈ തരുന്നതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മേടിക്കാതെ, ആ ചോക്ലേറ്റ് കഴിക്കാതെ ആ ഭാഗത്തുനിന്ന് മാറാനേ പറ്റില്ല. ലോകത്തുള്ള എല്ലാ ഫ്ലേവറുകളും ഉള്ള ചോക്ലേറ്റും ഇവിടെ അവൈലബിൾ ആണ്. ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണിത്.
ഏറ്റവും നല്ല അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര വേണമെങ്കിലും സാമ്പിൾസ് കഴിക്കാമെന്നാണ്. നമ്മൾ മേടിക്കണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ കയറി വരാം, സാമ്പിൾസ് എല്ലാം കഴിക്കാം. അതൊരു 10-100 ടൈപ്പ് ചോക്ലേറ്റ് സാമ്പിൾസ് അവിടെ വെച്ചിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നമുക്കെടുത്ത് കഴിക്കാം. എന്നിട്ട് അത് അവരോട് ചോദിച്ചാൽ അവർ അതിൻ്റെ പാക്കേജ് എന്താണെന്ന് പറഞ്ഞു തരും. ദെൻ വി ക്യാൻ ബൈ ഇറ്റ്. അങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചോയ്സസ് നമ്മുടെ മുന്നിലുള്ളപ്പോൾ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടതാകുമ്പോൾ അതിലേതെടുക്കണമെന്നുള്ളത് സൂപ്പർ കൺഫ്യൂസിങ് ആണ്. ഈ ബെൽജിയം വേൾഡ് ഫേമസ് ആണല്ലോ, അപ്പോൾ ഒന്നും മേടിക്കാതെ വരാൻ പറ്റില്ല. ഒടുവിൽ ഞങ്ങൾ കണ്ണും പൂട്ടി എന്തൊക്കെയോ വാങ്ങി, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി അടുത്ത സ്ട്രീറ്റിലെ അടുത്ത കട തപ്പി ഇറങ്ങി തുടങ്ങി. ചോക്ലേറ്റ് സ്റ്റോറുകളുടെ ഏറും കളിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ ബ്രസൽസിലെ ഫേമസ് ആയിട്ടുള്ള സെൻട്രൽ സ്ക്വയറിലേക്ക് എത്തി. ഓ, ഇതാണല്ലേ അപ്പോൾ ഈ പഴമയുടെ ഗരിമ, ഞങ്ങളുടെ മനസ്സ് ഞങ്ങളോട് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ മാർവെല്ലിലെ തോറ് ഇവിടെ ഇരുന്നിട്ട് ഹാൻഡ് ഡ്രം വായിക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളി വായിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അയാളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവിടെ പോയി നിന്ന് കുറച്ച് നേരം ഞങ്ങളും അതിൽ കൂടി. പിന്നെ ഒരു ബിയർ ഫാക്ടറിയിലേക്കാണ് ഇപ്പോൾ ഈ ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ പണ്ട് കാലത്ത് ബിയർ നിർമ്മിക്കാൻ ഉപയോഗിച്ച സാമഗ്രികളൊക്കെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ബെൽജിയത്തിലെ പലതരം ബിയറുകളും അവ നിർമ്മിക്കുന്ന സ്ഥലങ്ങളുടെയും ഡിസ്റ്റിലറികളുടെയും ഒക്കെ ഒരു സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്തൊരു വലിയ മാപ്പും കടന്ന് നമ്മൾ ചെല്ലുന്നത് ഇന്നത്തെ കാലത്ത് ബിയർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെഷീനുകളുടെ കാഴ്ചയിലേക്കാണ്. അത് മില്ലിങ്, ബ്രൂയിങ്, ഫിൽറ്ററിങ്, അങ്ങനെ ബിയർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരുപാട് മെത്തേഡ്സൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏത് മെഷീനാണെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നടന്ന് പിന്നെ അവരുടെ ഒരു ബെൽജിയത്തിൻ്റെ ബിയർ ഹിസ്റ്ററി, വലിയൊരു ബിയർ ഹിസ്റ്ററി ഉള്ളൊരു നാടാണ് ബെൽജിയം. ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ബിയർ അതോറിറ്റീസ് ജനങ്ങളോട് പറയുമായിരുന്നു, ഡ്രിങ്ക് ബിയർ, വെള്ളം കുടിക്കരുത്. കാരണം അന്ന് വെള്ളത്തിലൂടെ പകരുന്ന പല രോഗങ്ങളുള്ള സമയത്ത് വെള്ളത്തിന് പകരം ബിയർ കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ജനങ്ങളോട് പറഞ്ഞിരുന്നൊരു സ്ഥലമാണ് ബെൽജിയം. അങ്ങനെ ഈ ഹിസ്റ്ററിയൊക്കെ പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഒക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നേരെ നല്ല ഇരുട്ടായിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ നമ്മുടെ ഗരിമ കെട്ടിടങ്ങൾ തുളുമ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ കയ്യടികളോടെയാണ് കാഴ്ചക്കാർ സ്വീകരിക്കുന്നത്. ലൈറ്റ് പ്രൊജക്ഷനിലൂടെ ഒരു കൗണ്ട് ഡൗൺ കണ്ടപ്പോൾ, ഒരു കെട്ടിടത്തിൻ്റെ മേലെ കണ്ടപ്പോൾ അത്ര നേരം കൂടെ അവിടെ ചിലവഴിക്കാൻ നിർമ്മിച്ചു. എന്തെങ്കിലും ഒരു പെർഫോമൻസ് ആവും എന്നാണ് മനസ്സിലുണ്ടായിരുന്നത്. ആ കാത്തിരിപ്പിനിടയിലാണ് ലൂസിയ എന്ന പേരായിട്ടുള്ള ഈ ഒരു സുന്ദരിയുടെ നൃത്തം ഞങ്ങൾ കണ്ടത്. പക്ഷേ ഇവൾ ഡാൻസ് കളിക്കുന്നത് ഈ പെട്ടിക്ക് ചുറ്റുമുള്ള ലിവറുകൾ നമ്മൾ കറക്കുമ്പോഴാണ്. അതൊക്കെ കണ്ട് പിന്നെ അല്പനേരം ഈ അപ്പൂപ്പനും കുട്ടികൾക്കൊപ്പവും ഞങ്ങൾ ചിലവഴിച്ചു. കൗണ്ട് ഡൗൺ ഇപ്പോൾ 1 മിനിറ്റിന് അടുത്തെത്തിയിരിക്കുന്നുണ്ട്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയിൽ ഞങ്ങളവിടെ നിന്നു. ടൈം കൃത്യം 0 ആയപ്പോൾ ഒരു സംഗീതം ഉയർന്നു പൊങ്ങി. ലൈറ്റ്സുകളെല്ലാം ഓഫായി. ഞങ്ങൾ ചുറ്റും നോക്കി നിന്നു. മാജിക് അവിടെ തുടങ്ങുകയായിരുന്നു. ആയിരക്കണക്കിന് ലൈറ്റ് ബൾബുകൾ ആ കെട്ടിടങ്ങളിൽ സ്വർണവും നീലയും പിന്നെ 1000 നിറങ്ങളും വിരിച്ചുകൊണ്ടിരുന്നു.
കാണുന്തോറും ആ കാഴ്ചയ്ക്ക് നിറമേറിക്കൊണ്ടിരിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ നോക്കി നിൽക്കെ പ്രധാന ഗോപുരം ഒരു മയിലായി മാറി. പിന്നീട് അതൊരു പൂന്തോട്ടമായി. പിന്നീട് മഴയും മഞ്ഞും എല്ലാമായി മാറുന്നു. ചുറ്റുമുള്ള കെട്ടിടങ്ങൾ ഈ കെട്ടിടത്തിനൊപ്പം സിങ്ക്രണൈസ്ഡ് ആയിട്ട് നൃത്തം ചെയ്യുകയായിരുന്നു. അത് തീരും വരെ എവിടെന്ന് അറിയാത്ത എത്രയോ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർക്കൊപ്പം ഞങ്ങൾ ആ മാജിക്കൽ ലോകത്ത് മുഴുകി നിൽക്കുകയായിരുന്നു. എല്ലാവരും കണ്ണ് എടുക്കാതെ അത് കണ്ടു നിൽക്കുകയായിരുന്നു. ഒരു അത്തരത്തിലുള്ളൊരു മനോഹരമായ പ്രകടനമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ ഒരു തകർപ്പൻ പ്രകടനത്തിന് ഒടുവിൽ പെട്ടെന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കെട്ടിടങ്ങളെല്ലാം പിന്നെ ഒന്നും അറിയാത്ത മട്ടിൽ മാറി നിൽക്കുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ലൈറ്റെല്ലാം സ്റ്റില്ലായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വിൻഡോയിൽ ഒരു പപ്പാനി പ്രത്യക്ഷപ്പെട്ടു. ക്രൗഡിനെ ഇളക്കി മറിച്ച DJ പപ്പാനി പുള്ളിയുടെ ആ ഒരു ക്യാമിയോ റോള് ഭംഗിയായി ചെയ്തിട്ട് തിരിച്ചു പോയായിരുന്നു. അടുത്ത കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ യൂറോപ്പിൽ മൊത്തമായിട്ട് നടക്കുന്ന വിൻ്റർ വണ്ടർലാൻഡ് എന്ന ക്രിസ്മസ് സെലിബ്രേഷൻ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടിട്ടുള്ള പെർഫോമൻസ്. Raju, how was it? Mind blown. നിറഞ്ഞ മനസ്സുമായിട്ട് ഞങ്ങൾ തിരികെ ഹോട്ടലിലേക്ക് കടന്നു. പോകും വഴി പതിവ് പോലെ തന്നെ ക്രിസ്മസ് സ്റ്റാളുകളിൽ കയറിയിറങ്ങുകയും ഗിഫ്റ്റ് ബോക്സ് പൊതിഞ്ഞ പോലൊരു ഹോട്ടൽ നോക്കി അതിശയപ്പെട്ട് നിൽക്കുകയും ചെയ്തു.